ഹായ്. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ ഒരു മലയാളം തമിഴ് ഒരു പടം ഇറങ്ങുന്നുണ്ട്. ഞാനത് സർപ്രൈസ്ഡ് ആയി. കാരണം ഞാൻ ഇതുവരെയും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് ട്രെയിലറല്ല ടീസർ ഇറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തൊരു ഐറ്റം അല്ല. കാരണം ഞാൻ അതിനെക്കുറിച്ച് അവെയർ ആയിരുന്നില്ല, അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാണ്. മിനി സ്റ്റുഡിയോ പ്രസൻസ് നൈറ്റ് ഷോട്ട്സ് ആണ്. കരിഞ്ഞ മണ്ണിൽ ജനിച്ചതാണ് മുരളി ഗോപിയാണ് കേട്ടോ. മുരളി ഗോപിയുടെ ഒരു പാട്ടാണ് ആര്യ. മുരളി ഗോപി അഭിനയിക്കുന്നുണ്ട്. അപ്പാനി രവി, ചുവന്ന കണ്ണീർ ചവച്ചിറക്കി ചിറച്ചതാണീ ഞാൻ. പ്രപഞ്ചനീതി കരങ്ങൾ നീട്ടി തളിർത്തതാണീ ഞാൻ. വിഷ്വൽസ് ഒന്നും ഒരു രക്ഷയില്ലട്ടോ. ചതിച്ച മുലയെ തളർന്നതാണീ ഞാൻ. രണ്ട് ലാംഗ്വേജിലുണ്ട്. കാടായി പടർന്നതാണീ ഞാൻ. മുരളി ഗോപി, എസ് വിനോദ് കുമാർ, അനന്തൻ കാട്. സംഭവം കൊള്ളാം. ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര ഒരു പ്രോമിസിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതിനെക്കുറിച്ചൊരു അവെയർ ആയിരുന്നില്ല കേട്ടോ. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ സംഭവം മുരളി ഗോപിയുടെ സ്ഥിരം പാറ്റേൺ ഇതിലുണ്ടെന്ന് ട്രെയിലർ വ്യക്തമാണ്. നമ്മുടെ ഒരു കുമാര സംഭവം ടിയാൻ പോലൊക്കെ ടച്ച് ഉണ്ട്. പൊളിറ്റിക്സ് തന്നെ ആയിരിക്കും കൂടുതലും പറയുന്നത്. വിജയരാഘവൻ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നൊരു കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അടിച്ചമർത്തൽ, ഭരണകൂട ഭീകരതയ്ക്കെതിരൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമായിരിക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു കിടിലൻ പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആര്യയുടെ ഒരു കംബാക്ക് ആയിരിക്കും എന്ന് തോന്നുന്നു. ആര്യക്ക് അതുപോലത്തെ ഒരു സംഭവം 2 ലാംഗ്വേജിലുണ്ടല്ലോ, മലയാളത്തിലും തമിഴിലും ഉണ്ട് രണ്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ റിലീസിങ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ.